ഞാൻ വോളിൽ നൂലുകൊണ്ട് തയ്ച്ചെടുത്ത റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ റൗണ്ട് നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വേറൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കളറിലുള്ള നൂലുകളാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെയിനിടില്ല, എല്ലാ നെക്കിനും ആദ്യം ചെയിനാണ്. അപ്പോൾ ചെയിനിട്ട് വയ്ക്കുക. ഏകദേശം മീഡിയം ടൈപ്പ് നെക്കിന് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിനിട്ട് വയ്ക്കുക. ഇത്രയും നീളത്തിൽ ഞാൻ ചെയിനിട്ട് വെച്ചു. ഇനി ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. അതേമാതിരി എല്ലാത്തിനുള്ളിൽ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുത്തു. ഇനി അടുത്ത ഡബിൾ ക്രോഷേ ചെയ്ത് 3 ചെയിനിടാം. ഒരു ഡബിൾ ക്രോഷേ ചെയ്യില്ല. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അടുത്ത ചെയിനിൻ്റെ മുകളിൽ ഇതേമാതിരി 4 ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ചെയിൻ എത്തുന്ന സമയത്ത് 2 ഡബിൾ ക്രോഷ്യ ആ ഒരു ചെയിനിൻ്റെ മുകളിൽ എന്നാലേ ഇത് റൗണ്ടായിട്ട് കിട്ടുള്ളൂ. റൗണ്ട് നെക്കല്ലേ, റൗണ്ടായിട്ട് വരണ്ട. ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക. 5 എണ്ണം 2 എണ്ണം ചെയ്ത് ഇപ്പോൾ വീണ്ടും 5 എണ്ണം 4 എണ്ണം ചെയ്യുക. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നാല് ഡബിൾ ക്രോഷ്യ ഇത് കഴിഞ്ഞതിന് ശേഷം 4 ഡബിൾ, പിന്നെ അതിൻ്റെ മുകളിൽ അടുത്തതിൻ്റെ മുകളിൽ 5ാമത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അങ്ങനെ റൗണ്ടായിട്ട് കൊണ്ടുപോകും. ഞാനിതുവരെ റൗണ്ടിലൊക്കെ ചെയ്തെടുത്തുകൊണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത ലൈന് ചെയ്യുന്നത് അതാ 3 ചെയിനുണ്ട്. 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആവില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ 3 ചെയിൻ ഇവിടുത്തെ 3ാമത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവിടെ അങ്ങനെ ടോട്ടൽ 4 ഡബിൾ ക്രോഷ്യ വരുന്നുണ്ട്. ഈ ചെയിൻ അടക്കം 4 ഡബിൾ ക്രോഷ്യ വരും. ഡബിൾ ക്രോഷ്യ വന്നിട്ട് അതിൻ്റെ മുകളിൽ 4ാമത്തതിൻ്റെ 3 എണ്ണം കഴിഞ്ഞിട്ട് 4ാമത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇനി അടുത്ത 3 ചെയിൻ ഇട്ടിട്ട്
ഇവിടെ ഇതാ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ 4 ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്ത്. അപ്പോൾ 2 ഡബിൾ ക്രോഷേ ആയി. ഈ 2 ഡബിൾ ക്രോഷയും കൂടി ചെയ്തെടുക്കുക. രണ്ട് ഡബിൾ ക്രോഷയും ചെയ്ത് ഇങ്ങനെ വന്നു. ഇനി അടുത്ത് ഇതേമാതിരി തന്നെ 3 ഒഴിവാക്കിയിട്ട് നാലാമത്തേൻ്റെ മുകളിൽ 3 ഇതിൽ ഒഴിവാക്കി നാലാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ വരും. ഇനി ഇതിൻ്റെ മുകളിൽ 3 ചെയിനുണ്ട്. 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞ് 3 കഴിഞ്ഞിട്ട് നാലാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുത്ത് കൊണ്ടാണ് ഇത് കാണിച്ചത്. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്ത് ഒരു റൗണ്ട് അതായിട്ട് ഇങ്ങനെ അതേമാതിരി ചെയ്ത് ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നത് ഇവിടേക്കാണ് അടുത്ത റൗണ്ട് ചെയ്യുന്നത്. അടുത്ത റൗണ്ട് എങ്ങനെയാണ് ചെയ്യുക ചെയിനിൽ ഇവിടെ ചെയ്തെടുത്തില്ലേ ചെയിനിൽ 6 ചെയിന് ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ഉള്ളത് ഈ ക്രോഷേ ഇതിൻ്റെ മുകളിൽ ജോയിൻ ആക്കി അതേമാതിരി പിന്നെ വീണ്ടും ചെയ്യുന്നില്ല. ഇതിൻ്റെ മുകളിൽ ജോയിൻ ചെയ്ത് ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയിൻ ഇട്ടിട്ട് ജോയിൻ്റ് ആക്കിക്കൊണ്ട് വന്നു. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയിൻ ഇട്ടെടുത്ത് ഇതേമാതിരി ചെയിൻ ഇട്ടെടുത്ത് അടുത്ത ലൈൻ തയ്ക്കുന്നത് അടുത്ത ലൈനിൽ എവിടെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അവിടെ എടുത്തിട്ട് ചെയിൻ ഇടുക 3 ചെയിൻ അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആവില്ല. അതേമാതിരി 6 ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്തെടുക്കുക.
6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ പിന്നെ ഒരു കാര്യം ഇത് അവിടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇവിടെ ഇനി അടുത്ത 2 ചെയിനിട്ട് 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക ഉണ്ടോ ഇങ്ങനെ വന്നു വീണ്ടും 2 ചെയിനിട്ട് 3 ചെയിൻ 2 3 എന്നൊക്കെ പറയുന്നത് തെറ്റിപ്പോകുന്നുണ്ട് ഇട്ടിട്ട് ഇതവിടെ ജോയിൻ്റ് ആക്കുക ഉണ്ടോ അപ്പോൾ 2 ചെയിനുകൾ വന്നു അല്ലേ ഇനി 3 ചെയിനിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കി 3 ചെയിന് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് എടുത്തത് 3 എണ്ണമായി ഈ 3 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യും ആറ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതുണ്ട് ഇത് കൂട്ടണ്ട ഇത് 3 എണ്ണം പിന്നെ ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക ഇതേമാതിരി വന്നു പിന്നെ 3 ചെയിനുണ്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി വീണ്ടും 3 ചെയിനുണ്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക ഉണ്ട് പിന്നെ വീണ്ടും 3 ചെയിനുണ്ട് ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി 3 ചെയിനുകൾ തന്നെ ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ടാണ് അല്ലേ എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റൗണ്ട് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് 3 കള്ളിയിട്ട് പിന്നെ 6 ഡബിൾ ക്രോഷ്യ അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് വരെ ചെയ്തെടുത്ത് ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നത് ഇതവിടെ നമ്മൾ അവസാനിപ്പിച്ചല്ലോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക 3 ചെയിൻ 4 ചെയിൻ ഇടണം അത് ഡബിൾ ക്രോഷ്യേൻ്റെയും കൂടെ ഒരു ചെയിനിട്ട് ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക പിന്നെ വീണ്ടും ഒരു ചെയിനിടുക ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക വീണ്ടും ഒരു ചെയിൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക വീണ്ടും ഒരു ചെയിൻ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തില്ലേ അങ്ങനെ വന്നില്ലേ ഞാൻ വന്നിട്ട് ഇവിടെ ഒരു ചെയിനുണ്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ഉണ്ട് ഇതേമാതിരി വരും പിന്നെ ഇവിടെ അതേമാതിരി ചെയിനിടുക
ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. വീണ്ടും ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വന്നു. ഇതിൻ്റെ മുകളിൽ ഇതാ ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇപ്പോൾ ഡബിൾ ക്രോഷ്യ വരുന്നുണ്ട്. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ ഒരു ചെയിന് അതേമാതിരി വന്നു. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ ആയി. ഇതേമാതിരി വന്നു. ഇനി അടുത്ത് ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ ആയി. ഇതേമാതിരി തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഫുള്ള് ചെയ്ത മാതിരി തന്നെ ചെയ്ത് കൊണ്ടുവരണം. ഇതുവരെ തയ്ച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്ത റൗണ്ടിൽ തയ്ക്കുക. ഇവിടെ വരെ എൻഡ് ചെയ്ത് വെച്ചതാണ്. മൂന്ന് ചെയിൻ ആകുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ വരും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയിൻ ഇട്ടുള്ളത് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ അടുപ്പിച്ച് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ചെയ്തു. ഇനി ഇവിടെ ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് അതേൻ്റെ മാറി അടുപ്പിച്ചാണ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ടത്. ഇവിടെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഇതിൻ്റെ മുകളിൽ ചെയിൻ ഇട്ടിട്ട് ഈ ഇതുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കും. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കും. ഇതേമാതിരി വരും. പിന്നെ അതിനടുത്ത് ഇതേമാതിരി തന്നെ ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. കണ്ടോ? അതേമാതിരി. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓരോന്നിൻ്റെ മുകളിലും ചെയ്തെടുക്കണം. ഇവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ ഓരോന്നിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കിയ മാതിരി ജോയിൻ്റ് ആക്കി കൊടുക്കുക.
അതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുത്ത്. അടുത്ത ഒരു റൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. 4 ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ എടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ വീണ്ടും 3 ചെയിനിട്ട് ഇതിനുള്ള കൂടെ അതെടുക്കുക. അതേമാതിരി പിന്നെ വീണ്ടും ഒരു ചെയിൻ കൊടുത്ത് അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ചെയ്യുക. 3 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ പിന്നെ പുറത്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിടുക. അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. കുറച്ച് ഇതേമാതിരി ഈ അറ്റം വരെ ഇതുവരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുവരെ ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തിട്ട് കാണിച്ചത് അതേമാതിരി ഞാൻ ചെയ്തെടുത്ത് ഫുള്ളായിട്ട്. ഇനി അടുത്ത ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ കണ്ണി ഉണ്ടല്ലോ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ഉണ്ട്. ഇതേമാതിരി ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ചെയ്തിട്ട് ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ ചെയ്യുന്നുണ്ട്. ഇതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞ്. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.